വിശുദ്ധന്റെ കഥ പറഞ്ഞു തരുമോ? തീർച്ചയായും പറയാമല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. സഭയിൽ വിശുദ്ധ കുർബാനയുടെ അപ്പോസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലച്ചാ, ആരാണത്? ഞങ്ങൾക്ക് ആ വിശുദ്ധനെ കുറിച്ച് പറഞ്ഞു തരാമോ? അത് വിശുദ്ധ നോർബർട്ടാണ്. അച്ഛൻ ധരിച്ചിരിക്കുന്ന ഈ വെളുത്ത വസ്ത്രം കണ്ടില്ലേ? ഈ സന്യാസ സഭ സ്ഥാപിച്ചതും അദ്ദേഹമാണ്. വരൂ, ആ മനോഹരമായ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാലം 12-ാം നൂറ്റാണ്ട്. ജർമ്മനിയിലെ സാന്റൻ നഗരം. ലോകത്തിന്റെ സകല സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചിരുന്ന നോർബർട്ട് എന്ന ചെറുപ്പക്കാരൻ. വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് അവൻ തന്റെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി വലിയ ശബ്ദത്തോടെ ഇടിമിന്നൽ പതിച്ചു. ഭയന്നു വിരണ്ട കുതിര കുതിച്ചു ചാടിയപ്പോൾ നോർബർട്ട് നിലത്തേക്ക് തെറിച്ചു വീണു. നോർബർട്ട്, തിന്മ ഉപേക്ഷിച്ച് നന്മ ചെയ്യുക, സമാധാനം അന്വേഷിച്ച് കണ്ടെത്തുക. കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ലോകത്തിന്റെ ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് എന്റെ വഴിയിലൂടെ നടക്കുക. ആ സ്വർഗീയ ശബ്ദം അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു. അദ്ദേഹം തന്റെ സമ്പത്തെല്ലാം ഉപേക്ഷിച്ച് ഈശോയ്ക്ക് വേണ്ടി ഒരു വൈദികനായി മാറി. പണ്ട് ബെൽജിയത്തിലെ ആൻറ്റ്വെർപ്പിൽ വിശുദ്ധ കുർബാനയിൽ ഈശോ ഇല്ല എന്ന് വിശ്വസിച്ച് ജനങ്ങൾ പള്ളികൾ ഉപേക്ഷിച്ചു. ജീവനുള്ള ഈശോയായ തിരുവോസ്തികളെ അവർ ഇരുണ്ട മൂലകളിൽ വലിച്ചെറിഞ്ഞു. ഇതറിഞ്ഞ വിശുദ്ധ നോർബർട്ട് അവിടെ എത്തി. ആ തിരുവോസ്തികൾ കരഞ്ഞുകൊണ്ട് കണ്ടെടുത്തു. വലിയ ബഹുമാനത്തോടെ ഒരു തിളങ്ങുന്ന അരുളിക്കയിലാക്കി അദ്ദേഹം അത് ജനങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ അരുളിക്കയിൽ നിന്ന് സ്വർണ്ണ നിറത്തിലുള്ള ഒരു പ്രകാശം ജനങ്ങളിലേക്ക് വീശി. തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി കണ്ണുനീരോടെ ഓടി വന്ന് മുട്ടുകുത്തി ഈശോയെ ആരാധിച്ചു. പിതാവേ, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ എത്ര അന്ധരായിരുന്നു. ഈ തിരുവോസ്തി വെറുമൊരു അപ്പമാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. എന്നാൽ ഇപ്പോൾ ഈ അരുളിക്കയിൽ നിന്ന് വരുന്ന പ്രകാശത്തിൽ ജീവിക്കുന്ന ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യം എന്റെ ഹൃദയത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു. എന്റെ നാഥ, എന്റെ ദൈവമേ, ഉപേക്ഷിക്കപ്പെട്ട ആ തിരുവോസ്തികളെ കണ്ടെത്തി ബഹുമാനത്തോടെ തിരികെ പ്രതിഷ്ഠിച്ച നോർബർട്ടിനെ കണ്ട് ജനങ്ങൾ കണ്ണുനീരോടെ വീണ്ടും പള്ളികളിലേക്ക് തിരികെ വന്നു. വിശുദ്ധ കുർബാനയോടുള്ള ഈ വലിയ സ്നേഹം കൊണ്ടാണ് സഭ അദ്ദേഹത്തെ വിശുദ്ധ കുർബാനയുടെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നത്. എന്ത് നല്ല കഥയാണ് അച്ഛാ. ഇനി മുതൽ ഞങ്ങളും വിശുദ്ധ കുർബാനയിൽ ഈശോയെ കാണാൻ ഭക്തിയോടെ പങ്കെടുക്കും. ഈശോ എപ്പോഴും വിശുദ്ധ കുർബാനയിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. എന്നും എൻ്റെ ജീവിതത്തിൽ താങ്ങും തണലുമായി എന്നും നീ വാഴണം വിശുദ്ധ നോർബർട്ടേ, ദിവ്യകാരുണ്യത്തിനപ്പസ്തോലനേ, ദിവ്യകാരുണ്യത്തിനപ്പസ്തോലനേ, ദിവ്യകാരുണ്യത്തിനപ്പസ്തോലനേ.